കല്യാണം കഴിഞ്ഞു പോയിട്ട് അവിടുത്തെ ജീവിതം എങ്ങനെയുണ്ട് മോളെ? ആന്റി, അവിടെ പൂജ തുടങ്ങി. എല്ലാവരും തിരക്കുന്നുണ്ട്. മോള് ആന്റി ചോദിച്ചതിന് ഉത്തരം സ്വീകരിക്കാൻ കഴിഞ്ഞിട്ടില്ല. മോളെ, മോള് പറയുന്നതിനെ ആന്റി എതിർക്കുകയാണെന്ന് വിചാരിക്കരുത്. ജഗൻ നിന്റെ കഴുത്തിൽ താലി കെട്ടിയത് നിന്റെ പണമോ പദവിയോ മോഹിച്ചിട്ടല്ല. നിന്നെ അവൻ അത്രയധികം ഇഷ്ടപ്പെട്ടിട്ടാ. ഏത് വിധേനയും നിന്നെ സ്വന്തമാക്കണമെന്ന് വിചാരിച്ചിട്ട് മാത്രം. അങ്ങനെയുള്ള അവനെ ഭർത്താവായി നീ അംഗീകരിക്കണം. എന്റെ കഴുത്തിൽ താലി കെട്ടിയ സ്ഥിതിക്കും വീട്ടുകാര് ജഗനെ അംഗീകരിച്ച സ്ഥിതിക്കും ഞാനൊരു ഭാര്യയുടെ വേഷം കെട്ടുന്നുണ്ടല്ലോ ഊർമിള ആന്റി. ചായമിട്ടാടി പൂർത്തിയാക്കാൻ പറ്റാത്തതാണ് മോളെ ജീവിതം. നീ ജഗനെ ഭർത്താവായി കണ്ട് ഇനി സ്നേഹിക്കാനും അംഗീകരിക്കാനും തുടങ്ങണം. തുടങ്ങിയേ പറ്റൂ. ഞാൻ അറിയുന്ന ജഗൻ നല്ലവനാ. ആരെയും സ്നേഹിക്കാൻ മനസ്സുള്ളവനാ. എല്ലാവരുടെയും വിഷമങ്ങൾ മനസ്സിലാക്കാൻ കഴിവുള്ളവനാ. അങ്ങനെയുള്ള ജഗന് അവൻ ഇഷ്ടപ്പെട്ട് താലി കെട്ടിയ പെണ്ണിനെ സ്നേഹിക്കാനും സംരക്ഷിക്കാനുമാണോ പാട്? അവൻ നിന്റെ കഴുത്തിൽ ഈ താലി കെട്ടിയിട്ടുണ്ടെങ്കിൽ അത് നിന്നെ സ്നേഹിക്കാനും നിന്റെ സ്നേഹം അവന് തിരികെ കിട്ടാനും വേണ്ടി മാത്രമായിരിക്കും. നീ അത് മനസ്സിലാക്കണം മോളെ. ജീവിതം ഒന്നേ ഉള്ളൂ. അത് പരസ്പരം മനസ്സിലാക്കാനും സ്നേഹിക്കാനും കൂടിയുള്ളതാ. വെറുതെ പരസ്പരം പഴിചാരി ജീവിച്ചിങ്ങനെ തീർക്കാനുള്ളതൊന്നും അല്ല. സ്നേഹിക്കുക, സന്തോഷിപ്പിക്കുക. ജീവിതത്തിലെ ഏറ്റവും വലിയ സമാധാനവും സന്തോഷവും എല്ലാം നിങ്ങൾക്കിനി കിട്ടും. പതിയെ പതിയെ എല്ലാം ശരിയായിട്ട് വരും മോളെ. മോളെ, ജഗനോട് എനിക്കൊന്ന് സംസാരിക്കണം. നീ അവനോട് ഒന്ന് വരാൻ പറയോ? ശരി ആന്റി. നിന്നോട് ഞാൻ പല പ്രാവശ്യം പറഞ്ഞിട്ടുണ്ട് ആരുടെയും ദാസിപ്പണി ചെയ്യരുതെന്ന്, കേട്ടാ? ഇവിടെ എല്ലാത്തിനെയും കണക്ക് വെക്കുന്നവരാ. പറഞ്ഞ നീ കേക്കില്ലടി. നിന്റെ ഒരു പപ്പടം കാച്ചല്.
ഒടിഞ്ഞ പപ്പടം ഇനി എല്ലാവരും കഴിച്ചാ മതി. നീ കാണിക്കുന്നതൊന്നും ശരിയല്ല മോനെ. തുമ്മുന്നതിനും എടുക്കുന്നതിനും ഒക്കെ അച്ഛൻ കണക്ക് പറഞ്ഞു തുടങ്ങിയപ്പോ അമ്മയുടെ നാവ് എവിടെ പോയിരുന്നു? അന്ന് പറഞ്ഞില്ലല്ലോ അതൊന്നും ശരിയല്ലെന്ന്. പ്രകാശ് ചേട്ടാ ഒന്ന് അടങ്ങുന്നുണ്ടോ? അയ്യോ എന്റെ ഗ്യാസ് ഒക്കെ പോയല്ലോ. ഓ, ഞാൻ പണം കൊടുത്തു വാങ്ങിച്ച ഗ്യാസ് ആണോടി ഇവർക്ക് പപ്പടം കാച്ചാനായിട്ട് കൊടുക്കുന്നത്? ഗ്യാസ് അത്ര ചെലവായി കാണുന്നറിയോ? ഗ്യാസിന് ഇപ്പൊ എന്താ വില എന്നറിയോ? നിനക്ക് വില ബോധമുണ്ടോ? പപ്പടം കൊള്ളാം പ്രകാശേ, ഗംഭീരം. ആന്റി, അത് ഞാൻ ഏതായാലും സദ്യവട്ടം ഒക്കെ ഒരുങ്ങിയോന്നറിയാൻ വേണ്ടി